അയല കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ്: അയല 1/2 കിലോ അയല കഴുകി മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. കറിവേപ്പില, ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കടുകും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കടുകും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നു. കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, മുളക് പൊടി ആണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. അതൊരു 2.5 സ്പൂൺ ചേർക്കാം. ചെറിയ സ്പൂണിന് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി അത്രയും തന്നെ മതി. പിന്നെ 2 കഷ്ണം പുളി, കുടംപുളി. ഇനി നമുക്ക് ഈ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഈ ചതച്ച് വെച്ചിരിക്കുന്നതും ഉപ്പും ഇച്ചിരി കുരുമുളകും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്ത് ഒരു അരപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ കറി വെക്കാമെന്ന് നോക്കാം. നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ടൊരു പാത്രം സ്റ്റൗവിൽ വെച്ചു. അതിനകത്ത് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി വരുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നമ്മൾ കുറച്ച് അരച്ചും ചേർത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുത്തു. ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത്, മുളക് പൊടിയും ഉപ്പും അതൊക്കെ കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. ഇത് നമുക്കിതിലേക്ക് ഇട്ടൊന്ന് ജസ്റ്റ് മൂപ്പിച്ചെടുക്കാം. കടുക് പൊട്ടി ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാം. അരപ്പ് എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും. നല്ല ഈ മസാലയൊക്കെ കൂടെ മൂത്തൊരു സ്മെല്ല് വരും. ലോ ഫ്ലെയിമിലായതുകൊണ്ട് 2 മിനിറ്റ് നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ കൂടെ നന്നായിട്ട് മൂത്ത മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ പാത്രത്തിന് ഒരു പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം കൂട്ടിയിടുക. ഇതിലേക്ക് കറിവേപ്പില നമുക്ക് ആഡ് ചെയ്യാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുടംപുളി, 2 കഷ്ണം കുടംപുളിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നല്ല പുളിയുള്ള ഇതാണ്. അതുകൊണ്ട് 2 പീസ് ചേർത്താൽ മതി. 2 പീസ് കുടംപുളിയും കൂടെ ചേർത്തു. നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്താണ് അത് അരച്ചത്. ഇനി അതിലേക്ക് ഈ വെള്ളമൊക്കെ ചേർത്തുകൊണ്ട് കുറച്ച് ഒരു 1/4 സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ചേർക്കണം. അത് ടേസ്റ്റ് നോക്കി ചെയ്താൽ മതി. ഇനി നമ്മളിപ്പോൾ ഒഴിച്ച് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ വൃത്തിയാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന അയല കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് അയല കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇറക്കിയിടാം. അയല കഷ്ണങ്ങളൊക്കെ ചേർത്തു. ഇനി പതിയെ ഇളക്കി കൊടുക്കുക.
ഇതൊക്കെ ചേർത്തു, നമ്മൾ എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി മീൻ പീസസ് വെന്ത് കിട്ടണം. അപ്പോൾ ഇതിന് വെള്ളം ഇത്തിരി കൂടി വെക്കണം. അപ്പോൾ ഒരു 1/2 കപ്പ് കൂടെ വെള്ളം ആഡ് ചെയ്തു. ഇനി ഇത് മൂടി വെച്ചൊരു 10 മിനിറ്റ് നമുക്ക് വേവിക്കാം. നമ്മൾ മീൻകറി വെച്ചിട്ടൊരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നോക്കാം. ഫിഷൊക്കെ വെന്ത് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഫിഷൊക്കെ വെന്തു. അവിടെ നമ്മുടെ കറി റെഡിയായി. അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ, വാങ്ങുന്നതിന് മുന്നായിട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ, ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇതോടെ നമ്മുടെ അയലക്കറി റെഡിയായി. എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു മീൻ കറിയാണ് ഇത്. വളരെ രുചികരമായ അയലക്കറിയാണ്.